കുറച്ച് നാടൻ ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അത് മോരും ചേർത്ത് കറി വെക്കുന്നത് കാണിച്ചു തരാം. അത് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് ഒന്ന് വേവിക്കാം. ഇതിൻ്റെ തൊലി പോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർക്ക് ചേമ്പിൻ്റെ തൊലി പോക്കുമ്പോൾ ചൊറിയും. ഇങ്ങനെയാകുമ്പോൾ ചൊറിച്ചിലുണ്ടാവില്ല. എന്നിട്ട് തണുത്ത വെള്ളം ചേർത്ത് അതിൻ്റെ ചൂട് പോക്കിയതിന് ശേഷം തൊലി ഇങ്ങനെ പോക്കിയെടുക്കാം. വേണ്ട കോഴിമുട്ട പോലെയല്ലേ. ഇനി ഇത് നമ്മൾ ആദ്യം കുക്കറിൽ ഇട്ട് കുറച്ച് മഞ്ഞളും ചേർത്ത് ഉപ്പും മുളക് പൊടി കുറച്ച് പച്ചമുളകും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാണ്. കുക്കറിൻ്റെ മൂടി തിരിച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. വിസിൽ വേണ്ട. കുറച്ച് ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, സാദാ ജീരകം, ചെറുജീരകം, തേങ്ങയും ചേർത്ത് അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഞാൻ മോരിന് പകരം തൈരാണ് ചേർക്കുന്നത്. തൈര് നന്നായി നാടൻ തൈരാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. നന്നായി ഇളക്കിയിട്ട് കട്ടയെല്ലാം പോക്കിയെടുക്കുക. നമ്മളിതാ ചേമ്പിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തൈര്. കുറച്ച് ഉലുവ വറവിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കടുകും ചേർത്ത് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. വറവും ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കണം. നല്ല ചേമ്പ് കറി, മോരൊഴിച്ച ചേമ്പ് കറി റെഡിയായി. ഇത് ഞാൻ ചോറിന് കൂട്ടി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ചേമ്പിൻ്റെ കറിയാണ് കേട്ടോ.